Next topic is indeterminate pricing and output in oligopoly. Indeterminate pricing and output in oligopoly. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒളിഗോപ്പൊളി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഒളിഗോപ്പൊളി. നമുക്കറിയാം ഒളിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സിറ്റുവേഷനിൽ സ്മോൾ നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് ആണ് ഉണ്ടായിരിക്കുക. The sales of each organization under oligopoly depend on the price charged by it as well as the price charged by other organization in the market. ഒളിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, സ്മോൾ നമ്പർ ഓഫ് സെല്ലേഴ്സേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഒരു ഫേമിൻ ചാർജ് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ മറ്റേ ഫേംസിൻ്റെയും കൂടി അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇഫ് എൻ ഓർഗനൈസേഷൻ റെഡ്യൂസസ് ഇസ് പ്രൈസ്, ഇസ് സെയിൽസ് വുഡ് ഇൻക്രീസ്. ഒരു ഓർഗനൈസേഷൻ പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് സെയിൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദ മാർക്കറ്റ് വുഡ് ഡിക്രീസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ ഈ ഒരു ഒളിഗോപ്പൊളി സിറ്റുവേഷനിൽ അവിടെ ഒരു ഓർഗനൈസേഷൻ പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽസ് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. സെയിൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദ മാർക്കറ്റ് വുഡ് ഡിക്രീസ്. അങ്ങനെ ആകുമ്പോൾ മറ്റുള്ള ഓർഗനൈസേഷൻ്റെ സെയിൽസൊക്കെ ഡിക്രീസ് ചെയ്യാനും തുടങ്ങും. അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താ ചെയ്യാം, മറ്റുള്ള ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, വുഡ് ഓൾസോ റെഡ്യൂസ് ദെയർ പ്രൈസസ്. അപ്പോൾ മറ്റുള്ള ഓർഗനൈസേഷനും ഇതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യും, പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ഒരു ഫേം അതിൻ്റെ പ്രൈസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതർ ഫേംസ് വുഡിൻറ്റ് റൈസ് ദിയർ പ്രൈസസ്. ഇപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഫേംസ് റൈസ് ചെയ്യുന്നില്ല. ഹെൻസ് സെയിൽസ് ഓഫ് ദ ഫേം വിച്ച് ഹാസ് റെഡ്യൂസ്ഡ് ഇറ്റ്സ് പ്രൈസ് വുഡ് ഡിക്ലൈൻ. ഇപ്പോൾ ഇവിടെ ഉള്ള ഫസ്റ്റത്തെ കേസ് പറഞ്ഞാൽ നമ്മൾ ഒരു ഫേം പ്രൈസ് റെഡ്യൂസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, മറ്റുള്ള ഫേംസിൻ്റെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മറ്റുള്ള ഫേംസ് എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രൈസ് കുറക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു ഫേം പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം, മറ്റുള്ള ഫേംസ് ഒന്നും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് റെഡ്യൂസ് ചെയ്ത ഫേമിന് സെയിൽസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ പ്രോഫിറ്റ്, അതിന് കിട്ടുന്ന ഏർണിങ്സ് കുറവായിരിക്കും. It happens so because the firm's customers would switch over to other firms in the market. In short, a firm wouldn't like either to rise or reduce its price unless there are significant changes in the cost structure. ഇപ്പോൾ കോസ്റ്റ് സ്ട്രക്ചറിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈസിൽ ഒരു മാറ്റം ഫേംസ് അഡോപ്റ്റ് ചെയ്യുള്ളൂ. സോ ഫേംസ് വുഡിൻറ്റ് മേക്ക് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദിയർ പ്രൈസസ് ആൻഡ് ഔട്ട്പുട്ട്. അതുകൊണ്ട് പ്രൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഒളിഗോപ്പൊളിയിൽ മോർ ഓർ ലെസ് റിജിഡ് ആയിരിക്കും, എപ്പോഴും മാറ്റം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ, കോസ്റ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈസിൽ മാറ്റം ഉണ്ടാക്കുള്ളൂ. ഇൻ അതർ വേർഡ്സ് ദർ ഇസ് അൺസർട്ടനിറ്റി വിത്ത് റിഗാർഡ് ടു പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് അണ്ടർ ഒളിഗോപ്പൊളി. Thus, price and output are indeterminate under oligopoly. ഒളിഗോപ്പൊളിയിൽ എന്താണ്, അൺസർട്ടൈൻ ആണ്, പ്രൈസും ഔട്ട്പുട്ടും അൺസർട്ടൈൻ ആണ്. ഇൻ അതർ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ആർ determined by taking into account demand, supply, revenue and cost factors. ഇപ്പോൾ മറ്റുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതുപോലെ തന്നെ മൊണോപ്പൊളിയിലൊക്കെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ്, അതേപോലെ റവന്യൂ, സപ്ലൈ, കോസ്റ്റ് ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇൻ സച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ദ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് അതർ ഓർഗനൈസേഷൻസ് റിലേറ്റിംഗ് ടു പ്രൈസിംഗ് ഡിസിഷൻസ് ആർ ഇഗ്നോർഡ്. അപ്പോൾ അവിടെ എന്താണ്, അങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൽ മറ്റുള്ള ഓർഗനൈസേഷൻ്റെ റിയാക്ഷൻസോ ആക്ഷൻസോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ നോക്കുന്നതാണ് സപ്ലൈ, റവന്യൂ, കോസ്റ്റ് ഫാക്ടേഴ്സ് ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, the oligopolist can rise his sales through non-price competition. Non-price competitionലൂടെ ഒളിഗോപ്പൊളിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാം. either by advertising his പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നോൺ പ്രൈസ് കോമ്പറ്റീഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അല്ലാതെ പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കൂട്ടിയിട്ടും കുറച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒളിഗോപ്പൊളിസ്റ്റിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. Both these tools shift the demand in favor of the product and increase the market share of an oligopolistic firm.
The oligopolist may resort to aggressive advertising to sweep the market. However, the rival firms will remain vigilant about the moves of the firm taking initiative and will start defensive advertising. അപ്പോൾ ഒളിഗോപൊളിസ്റ്റിന് അവിടെ എന്താണ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈസ് എങ്ങനെ തീരുമാനിക്കുക വെച്ചാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് കോസ്റ്റ് സ്ട്രക്ചറിൽ വന്നാലാണ് പ്രൈസിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഫേം പ്രൈസ് കൂട്ടാനോ കുറക്കാനോ നിൽക്കില്ല. ഇവിടെ എന്താണ് കുറച്ച് ഫേംസ് മാത്രമേ ഉള്ളൂ, അവർ തമ്മിലാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. Then price determination under oligopoly. Oligopolyയിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് 3 models. There are 3 different kinds or methods of pricing under oligopoly. 3 പ്രൈസിംഗ് മോഡൽസ് പറയുന്നുണ്ട് ഒളിഗോപ്പൊളിയിൽ പ്രൈസ് ഡിറ്റർമിനേഷന്. അപ്പോൾ 3 മോഡൽസ് ആണ് പറയുന്നത്. പ്രൈസ് ഡിറ്റർമിനേഷൻ അതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് പ്രൈസിംഗ് ആണ്. ഇൻഡിപെൻഡൻറ്റ് പ്രൈസിംഗ്. സെക്കൻഡ് വൺ പ്രൈസിംഗ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്. പ്രൈസിംഗ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്. Then third one pricing under collusion. പ്രൈസിംഗ് അണ്ടർ കൊല്യൂഷൻ. അങ്ങനെ 3 മോഡൽസ് ആയിട്ടാണ് പ്രൈസിങ്ങിന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് പ്രൈസിംഗ് ആണ്. ഇവിടെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഇൻഡിപെൻഡൻറ്റ് പ്രൈസിംഗ്. ഫസ്റ്റത്തെ കേസാണ് നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് പ്രൈസിംഗ്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ കിങ്ക്ഡ് ഡിമാൻഡ് മോഡൽ ഓർ പ്രൈസ് റിജിഡിറ്റി മോഡൽ. അത് തന്നെയാണ് കിങ്ക്ഡ് ഡിമാൻഡ് മോഡലാണ് കിങ്ക്ഡ് ഡിമാൻഡ് മോഡൽ അല്ലെങ്കിൽ പ്രൈസ് റിജിഡിറ്റി മോഡൽ. ഫസ്റ്റത്തെ ഇൻഡിപെൻഡൻറ്റ് പ്രൈസിംഗ് ആണ്. അണ്ടർ ഇൻഡിപെൻഡൻറ്റ് പ്രൈസിംഗ് ആൻഡ് ഒളിഗോപ്പൊളി ഫേം ഫേസസ് എ കിങ്ക്ഡ് ഡിമാൻഡ് കർവ്. ഇൻഡിപെൻഡൻറ്റ് പ്രൈസിംഗിൽ ഒളിഗോപ്പൊളി ഫേം കിങ്ക്ഡ് ഡിമാൻഡ് കർവ് ഫേസ് ചെയ്യുന്നു. ദ കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ പ്രൊഫസർ പോൾ. An oligopolist doesn't know how his competitors will react, hence he has to make guess. An oligopolist may assume that the price cut by him will be followed by a price cut by the rival firms. ഇപ്പോൾ ഒരു ഒളിഗോപ്പൊളിസ്റ്റ് ഫേം എന്താ അസ്യൂം ചെയ്യുന്നത്? അവരൊരു ഗസ്സിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഒളിഗോപ്പൊളിസ്റ്റ് ഫേം എന്താ ചെയ്യുക? അവർ അസ്യൂം ചെയ്യുന്ന അവർ പ്രൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള ഫേംസ് റൈവൽ ഫേംസും അത് ഫോളോ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ദ പ്രൈസ് റൈസ് ബൈ ഹിം വിൽ നോട്ട് ബി ഫോളോഡ് ബൈ എ പ്രൈസ് റൈസ് ബൈ ദ റൈവൽ ഫേംസ്. ഇപ്പം ഇവിടെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഒരു ഒളിഗോപ്പൊളിസ്റ്റ് ഫേം പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള റൈവൽ ഫേംസും അത് ഫോളോ ചെയ്യുന്നു. പക്ഷേ പ്രൈസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, മറ്റുള്ള ഫേംസ് റൈവൽ ഫേംസ് അത് ഫോളോ ചെയ്യുന്നില്ല. ആ ഒരു അസംഷനാണ് ഇവിടെ നിൽക്കുന്നത്. ദിസ് ഹൈപ്പോത്തസിസ് ഇസ് ദ ബേസിസ് ഓഫ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ്. ആ ഒരു അസംഷനാണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് വരുന്നത്. ദിസ് ദ അസംഷൻ ബിഹൈൻഡ് ദി കിങ്ക്ഡ് ഡിമാൻഡ് കർവ് ഇസ് ദാറ്റ് ഈച്ച് ഒളിഗോപ്പൊളിസ്റ്റ് വിൽ ആക്ട് ആൻഡ് റിയാക്ട് ഇൻ എ വേ ദാറ്റ് കീപ്സ് കണ്ടീഷൻസ് ടോളറബിൾ ഫോർ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഇൻഡസ്ട്രി. Such a situation is most likely to occur when products are quite similar and therefore their prices are also similar. ഇപ്പോൾ ഒരു ഫേം അതിൻ്റെ പ്രൈസ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതർ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി ആർ കമ്പൽ ടു റെഡ്യൂസ് ദിയർ പ്രൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഒളിഗോപ്പൊളി ഇതിൽ എന്താണ്, ഒരു ഫേം പ്രൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഫേംസും അവരുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ കമ്പൽ ചെയ്യപ്പെടും. പക്ഷേ ഒരു ഫേം ഇൻക്രീസ് ചെയ്യണം, പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യില്ല, ഡു നോട്ട് ഇൻക്രീസ് ദ പ്രൈസ്, അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെന്നില്ല. സോ ഇൻ ദ ഫസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദ ഫേം ഡസിൻ ഗെയിൻ, വൈൽ ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ ദ ഫേം ലൂസസ് ഇറ്റ്സ് കസ്റ്റമർ ടു ഇറ്റ്സ് റൈവൽസ് ആൻഡ് ദ സെയിൽസ് ഡിക്ലൈൻ.
അപ്പോൾ ഫസ്റ്റ് കേസിൽ ഫേമിന് ഗെയിൻ ഒന്നുമില്ല. പക്ഷെ സെക്കൻഡ് സിറ്റുവേഷനിൽ പ്രൈസ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഫേമിന് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിനെ ലൂസ് ചെയ്യും, റൈവൽസിലേക്ക് കസ്റ്റമേഴ്സ് ഷിഫ്റ്റ് ചെയ്യും, അവരുടെ സെയിൽസ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. സോ ഫേംസ് ഇൻ ഒളിഗോപ്പൊളി ഡു നോട്ട് ഇൻക്രീസ് ദ പ്രൈസസ് ഡ്യൂ ടു പോസിബിലിറ്റി ഓഫ് ലൂസിങ് കസ്റ്റമേഴ്സ് ടു റൈവൽസ് ഹു ഡു നോട്ട് റൈസ് ദിയർ പ്രൈസസ്. അപ്പോൾ ഒളിഗോപ്പൊളി സിറ്റുവേഷനിൽ പ്രൈസസ് മിക്കവാറും ഫേംസ് എന്ത് ചെയ്യില്ല, ഇൻഡിവിജ്വലായിട്ട് ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ കസ്റ്റമേഴ്സ് മറ്റുള്ള പ്രോഡക്ട്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഫേംസ് ഡു നോട്ട് കട്ട് ദിയർ പ്രൈസസ് ബിക്കോസ് ദേ ഫിയർ എ പ്രൈസ് വാർ. അതേപോലെ തന്നെ ഫേംസ് പ്രൈസ് കട്ട് ചെയ്യാനും അവർക്ക് പേടിയായിരിക്കും, അവർക്കൊരു പ്രൈസ് വാർ അവർ ഭയക്കും. സോ പ്രൈസസ് ഇൻ ഒളിഗോപ്പൊളി ടെൻഡ് ടു ബി സ്റ്റിക്കി ഓർ റിജിഡ്. അതുകൊണ്ട് തന്നെ പ്രൈസസ് മോറോർലെസ് റിജിഡ് ആയിരിക്കും ഒളിഗോപ്പൊളിയിൽ. Firms usually do not change their price in response to small changes in cost. ചെറിയൊരു കോസ്റ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും എന്ത് ചെയ്യില്ല, അവരവരുടെ പ്രൈസിൽ മാറ്റം ഉണ്ടാക്കില്ല. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് അവരുടെ കോസ്റ്റിൽ ഉണ്ടായാൽ മാത്രമേ പ്രൈസ് എന്ത് ചെയ്യുള്ളൂ, ഇൻക്രീസ് ചെയ്യുള്ളൂ. In oligopoly under independent pricing, the demand curve will be kinked one. Demand curve kinked ആയിരിക്കും. Kink means segmented. The demand curve will be segmented at the prevailing price level. The kink demand curve has two segments, the relatively elastic portion of the demand curve and the relatively inelastic portion of the demand curve. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം എങ്ങനെയാണ് kink demand curve. അപ്പോൾ kinked demand curve ആണ് പറയുന്നത്. ഈ ഒരു ഡയഗ്രാം നോക്കാം. ഇവിടെ കിങ്ക്ഡ് ഡിമാൻഡ് കർവ്, ഇവിടെ ഡി ഡി എന്നുള്ളതാണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് വിത്ത് കിങ് അറ്റ് പോയിന്റ് കെ. ഇവിടെ ഒരു കിങ് ഉണ്ട്, ഇവിടെ സെഗ്മെന്റ് രണ്ട് ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതാണ് കെ എന്നുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്തത്. ദ പ്രിവൈലിംഗ് പ്രൈസ് ഈസ് ഒ പി. ഇവിടെ പ്രിവൈലിംഗ് പ്രൈസ് എന്നുള്ളത് ഒ പി ആണ്, പ്രിവൈലിംഗ് പ്രൈസ്. ആൻഡ് ദ ഫേം ഈസ് പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് ഒ ക്യു ഔട്ട്പുട്ട്. ഈ ഒരു ഒ പി പ്രൈസിൽ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒ ക്യു ഔട്ട്പുട്ടാണ്. ഹിയർ ഡി കെ ഈസ് ദ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഇവിടെ ഈ ഡി കെ എന്നുള്ളത് എന്താണ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് ആണ് ഈ ഡി കെ എന്നുള്ളത്. ഇവിടെ കെ ഡി എന്നുള്ളത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. അപ്പോൾ ഇതൊരു ഡിമാൻഡ് കർവ് ആണ്, ടി ഡി ഇസ് ദ ഡിമാൻഡ് കർവ്. ഇവിടെ ഈ ഡി കെ എന്നുള്ള റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പോർഷൻ ആണ്, ഇത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് പോർഷൻ ആണ്. ദിസ് ഡിഫറൻസ് ഇൻ ദ ഇലാസ്റ്റിസിറ്റീസ് ഇസ് ഡ്യൂ ടു ദ പെർട്ടിക്കുലർ കോമ്പറ്റീറ്റീവ് റിയാക്ഷൻ പാറ്റേൺ അസ്യൂംഡ് ബൈ ദ കിങ്കി ഡിമാൻഡ് കർവ് ഹൈപ്പോത്തസിസ്. ഇവിടെ ഒരു ഈ ഡിഫറൻസ്, ഇലാസ്റ്റിസിറ്റിയിലുള്ള ഡിഫറൻസ് എന്തുകൊണ്ടാണ്, പെർട്ടിക്കുലർ കോമ്പറ്റീറ്റീവ് റിയാക്ഷൻ പാറ്റേൺ അസ്യൂംഡ് ബൈ കിങ്കി ഡിമാൻഡ് കർവ് ഹൈപ്പോത്തസിസ്. ഈ ഒരു ഡിമാൻഡ് കർവ് ഹൈപ്പോത്തസിസിലെ പെർട്ടിക്കുലർ കോമ്പറ്റീറ്റീവ് റിയാക്ഷൻ പാറ്റേൺ കൊണ്ടാണ് ഇവിടെ ഇലാസ്റ്റിസിറ്റി കൂടാനും കുറയാനൊക്കെ ഉള്ള കാരണം. The kink denotes the prevailing price level which the oligopolist will have a tendency to remain permanently. ഈ കിങ്ക് എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ the prevailing price ലെവലാണ്. ഇത് ഇവിടെ prevailing price ലെവലാണ് ഈ ഒരു കിങ്ക് കാണിച്ചിട്ടുള്ളത്. പ്രൈസ് ലെവൽ which the oligopolist will have a tendency to remain പെർമനൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യാൻ, നിലനിൽക്കാനുള്ള ഒളിഗോപോളിസ്റ്റിൻ്റെ ആ ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ഇഫ് ഹി റൈസസ് ദ പ്രൈസ് ബിയോണ്ട് ഒ പി, ഇവിടെ ഒ പിനേക്കാളും പ്രൈസ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് വിൽ കം ഡൗൺ. പ്രൈസ് ഇവിടെ ഇതിനേക്കാളും കൂട്ടുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. This happens because he loses his customers due to price rise and hence sales will decline. ഇവിടെ നമ്മൾ ഈ ഒരു റേറ്റിനേക്കാളും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിനെ നമുക്ക് ലൂസ് ചെയ്യും, കസ്റ്റമേഴ്സിന് നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് സെയിൽസ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ദിസ് ഈസ് ക്ലിയർ ഫ്രം ദ ഫാക്ട് ദാറ്റ് ഡികെ പോർഷൻ ഓഫ് ഡിമാൻഡ് കർവ് റെപ്രസെൻറ്റ്സ് ദ റിലേറ്റീവ് ഇലാസ്റ്റിക് നേച്ചർ ഓഫ് ദ ഡിമാൻഡ് കർവ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഡികെ എന്നുള്ളത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പോർഷൻ ആണ്. On the other hand, if he reduces the price from OP, the rivals will react immediately by reducing the price. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെയും പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, റൈവൽസ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പ്രൈസും റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ദ പ്രൈസ് കട്ട് ഡസൻ ലീഡ് ടു സഫിഷ്യന്റ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. പ്രൈസ് കട്ട് ചെയ്തെന്ന് വെച്ചാൽ
ഡിമാൻഡിൽ കൂടുതലായിട്ടൊരു ഇൻക്രീസ് വരുന്നില്ല ഇവിടെ. ദിസ് ഈസ് ക്ലിയർ ഫ്രം ദ ഫാക്ട് ദാറ്റ് KD പോർഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഈ ഒരു പോർഷൻ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസിലൊരു റിഡക്ഷൻ വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് എന്തുണ്ടാവുന്നില്ല, പ്രൈസ് ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവുന്നില്ല. സോ an oligopolistic firm will follow the prevailing price. അതുകൊണ്ട് തന്നെ ഒളിഗോപോളിസ്റ്റിക് ഫേം എപ്പോഴും ഒരു പ്രിവൈലിംഗ് പ്രൈസ്, എന്താണോ നിലനിൽക്കുന്ന പ്രൈസ്, ആ ഒരു പ്രൈസ് ഫിക്സ് ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. He doesn't like to make any changes in it. So each oligopolistic firm will have a kinky demand curve having 2 segments. അപ്പോൾ ഒരു ഒളിഗോപോളിസ്റ്റിക് ഫേമിന് ഒരു കിങ്ക് ഡിമാൻഡ് കർവ് ആണ് ഉണ്ടായിരിക്കുക. ദ അപ്പർ ബീയിങ് റിലേറ്റീവ്ലി, ഈ ഒരു പോർഷൻ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പോർഷൻ ആണ്. ഇവിടെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പോർഷൻ, ഇത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അപ്പോൾ ഒളിഗോപോളിസ്റ്റിക് സിറ്റുവേഷനിൽ ഫേംസ് എന്താ ചെയ്യുക, പ്രിവെയിലിംഗ് എന്താണോ പ്രൈസ് പ്രിവെയിൽ ചെയ്യുന്നത് ആ ഒരു പ്രൈസ് ഫോളോ ചെയ്യണം. അതല്ലാതെ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പ്രൈസ് റിജിഡിറ്റിക്കുള്ള റീസൺസ് പറയുന്നത് ദ ഫേം ഫിയേഴ്സ് എ പ്രൈസ് വാർ ഭയക്കുന്നു. അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ പ്രൈസസ് മേ ഇറിറ്റേറ്റ് ദ കൺസ്യൂമേഴ്സ്. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് കൺസ്യൂമേഴ്സിനൊരു വല്ലാത്തൊരു ഇതുണ്ടായിരിക്കും. ദ ഫേം മേ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രസന്റ് ലെവൽ ഓഫ് പ്രൈസ് ഔട്ട്പുട്ട് ആൻഡ് പ്രോഫിറ്റ്. ഫേമിന് ചിലപ്പോൾ എന്തായിരിക്കും, പ്രസന്റ് ലെവൽ ഓഫ് പ്രൈസിലും ഔട്ട്പുട്ടും പ്രോഫിറ്റിലും ഒക്കെ അവർ സാറ്റിസ്ഫൈഡ് ആവാം. ദ പ്രസന്റ് പ്രൈസ് മേ ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് പ്രൈസ് വാർ ഓർ കൊല്യൂഷൻ. ഇപ്പോൾ പ്രസന്റ് നിലനിൽക്കുന്ന ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ഒരു പ്രൈസ് വാറിന് ശേഷം ഒക്കെ ഉണ്ടായതാവാം. ഇൻസ്റ്റെഡ് ഓഫ് കട്ടിംഗ് പ്രൈസസ്, ഫേം വിത്ത് fall in demand may intensify the sales promotion activities to increase demand. പ്രൈസ് കട്ട് ചെയ്യുന്നതിന് പകരം ഫേം എന്ത് ചെയ്യും, ഫേം വിത്ത് fall in demand may intensify സെയിൽസ് പ്രൊമോഷൻ മെഷേഴ്സ്, അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് അവർ എന്ത് ചെയ്യും, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ദ ഫേം may not like the unnecessary inconvenience of new price list. ഫേം എന്ത് ഇഷ്ടപ്പെടുന്നില്ല, അൺനെസറി ഇൻകൺവീനിയൻസ് ഓഫ് ന്യൂ പ്രൈസ് ലിസ്റ്റ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും പ്രൈസ് റിജിഡ് ആവാൻ കാരണം. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു ഇതാണ് പറഞ്ഞത്, പ്രൈസിങ് അണ്ടർ ഇൻഡിപെൻഡൻറ്റ് പ്രൈസിങ് അല്ലെങ്കിൽ കിങ്ക് ഡിമാൻഡ് മോഡലാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ പ്രൈസിങ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ് ആണ്. രണ്ടാമത്തെ കേസ് പ്രൈസിങ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ് ആണ്. അതന്നെ 3 കേസായി പറയുന്നുണ്ട്, 3 ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഡോമിനന്റ് പ്രൈസ് ലീഡർഷിപ്പ്, ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്, അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ്. അപ്പോൾ പ്രൈസ് ലീഡർഷിപ്പ് ആണ്. Constant price war and instability will result in price leadership. Under price leadership, price will be determined by a leading firm and other firms will follow the same price. അപ്പോൾ പ്രൈസ് ലീഡർഷിപ്പിൽ ഒരു ഫേം എന്ത് ചെയ്യും, ലീഡിംഗ് ഫേം എന്ത് ചെയ്യും, ഡോമിനൻറ്റ് ഫേം എന്ത് ചെയ്യും, പ്രൈസ് ഡിറ്റർമിൻ ചെയ്ത് തീരുമാനിക്കും. മറ്റുള്ള ഫേംസ് ഒക്കെ എന്ത് ചെയ്യും, അതർ ഫേംസ് വിൽ ഫോളോ ദ സെയിം പ്രൈസ്, ആ പ്രൈസ് ഫോളോ ചെയ്യും ഈ ഒരു പ്രൈസ് ലീഡർഷിപ്പിൽ. Thus under price leadership, price is determined by leader firm അല്ലെ ലാർജ് ഫേം എന്ത് ചെയ്യും, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. All other firms in the industry follow its price. ആ ഒരു പ്രൈസ് മറ്റുള്ള ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ഫേംസും ഫോളോ ചെയ്യും ഈ ഒരു പ്രൈസ് ലീഡർഷിപ്പിൽ. The leader firm is a price maker. ഇവിടെ ലീഡർ ഫേം ആയിരിക്കും പ്രൈസ് മേക്കർ. Other firms are price takers. The firm which acts as the leader firm is one which is either a low cost firm, dominant firm or experienced and respected firm. അപ്പോൾ അതിൽ വരുന്ന പ്രൈസ് ലീഡർഷിപ്പിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഒന്ന് ഡോമിനന്റ് പ്രൈസ് ലീഡർഷിപ്പ്. ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. Then third one, aggressive price leadership.
പ്രൈസ് ലീഡർഷിപ്പ്. അങ്ങനെയാണ് 3 തരത്തിലാണ് പ്രൈസ് ലീഡർഷിപ്പ് ഉള്ളത്. ഒന്ന് ഡോമിനൻ്റ് പ്രൈസ് ലീഡർഷിപ്പാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ദർ ഇസ് വൺ ലാർജ് ഫേം വിത്ത് ഫ്യൂ സ്മോൾ ഫേംസ്. ഒരു ലാർജ് ഫേം ഉണ്ടായിരിക്കും, അതേപോലെ കുറച്ച് സ്മോൾ ഫേംസ് ഉണ്ടായിരിക്കും. ഇവിടെ ലാർജ് ഫേം ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേം. It may be producing a major share of the total output of the industry. ഇപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ മേജർ പോർഷനും ആ ഒരു ലാർജ് ഫേം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ അടുത്തായിരിക്കും കൂടുതൽ ഷെയർ ഉണ്ടായിരിക്കുക. അതായിരിക്കും ഡോമിനൻ്റ് ഫേം. അപ്പോൾ അതായിരിക്കും മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓൾ ഫേംസ് ഫോളോ ദ ഡോമിനൻ്റ് ഫേം. എല്ലാ ഫേംസ് എന്താ ചെയ്യുക, ആ ഒരു ഡോമിനൻ്റ് ഫേമിനെ ഫോളോ ചെയ്യുന്നു. ആൻഡ് അക്സെപ്റ്റ് ദ പ്രൈസ് സെറ്റ് ബൈ ഇറ്റ് ആൻഡ് അഡ്ജസ്റ്റ് ഔട്ട്പുട്ട് അക്കോർഡിംഗ്ലി. ഇവിടെ ഡോമിനൻ്റ് പ്രൈസ് ലീഡർഷിപ്പിൽ ഇവിടെ ലാർജ് ഫേം എന്ത് ചെയ്യും, അതായിരിക്കും ലാർജ് ഫേം ആയിരിക്കും ഡോമിനൻ്റ് ഫേം. ആ ഒരു ഡോമിനൻ്റ് ഫേമിനെ എന്ത് ചെയ്യും, മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഫോളോ ചെയ്യുക. മറ്റുള്ള ഫേംസൊക്കെ ഈ ഒരു ഡോമിനൻ്റ് ഫേമിനെ ഫോളോ ചെയ്യും. പ്രൈസിലും ഔട്ട്പുട്ടിലൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. ദെൻ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പാണ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് റെപ്യൂട്ടഡ് ഫേം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേം, ഇൻഡസ്ട്രിയിൽ ഏറ്റവും റെപ്യൂട്ടേഷൻ ഉള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേം. ഇവിടെ ലാർജ് ഫേം ആവണമെന്നില്ല. assumes the role of protecting the interest of all firms. മറ്റുള്ള ഫസ്റ്റത്തെ കേസിൽ ലാർജ് ഫേം, ഏറ്റവും ഷെയർ ഉള്ള ഫേം ആയിരുന്നു അവിടെ നിന്ന് പ്രൈസ് മേക്കർ. ഇവിടെ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേം അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേം അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ മറ്റുള്ള ഫേംസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ റോൾ എടുക്കുന്നത്. ഇത് ഫിക്സസ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇവിടെ ഈ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പിൽ ആ ഒരു റെപ്യൂട്ടഡ് ഫേമാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രൈസ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ദ ഫേംസ്. ആ എല്ലാ ഫേംസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും അവർ ഫിക്സ് ചെയ്യുന്നത്. ദെർഫോർ ഓൾ ദ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി റെഡിലി അക്സെപ്റ്റ് ദിസ് പ്രൈസ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫേംസും ആ ഒരു പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുന്നു. Therefore, all the firms in the industry readily accept this price. Thus, one firm acts as a barometer, reflect the change in market conditions or cost of production that require a change in price. ഇപ്പോൾ ഒരു ബാരോമീറ്റർ ആയിട്ടാണ് ആ ഒരു ഫേം ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മറ്റുള്ള ഫേംസിനും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും ആ ഒരു ഫേം സെറ്റ് ചെയ്യുന്നത്. ദെൻ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പാണ്. അഗ്രസീവ്. Under this type of price leadership, one dominating firm compels all other firms to follow its price policy. ഇവിടെ ഒരു അഗ്രസീവ്, നമുക്കൊരു ആ പേര് തന്നെ അറിയാം, അഗ്രസീവ് ആണ്. ഇവിടെ ഒരു ഡോമിനേറ്റിംഗ് ഫേം മറ്റുള്ള ഫേംസിനൊക്കെ അവരുടെ പ്രൈസ് പോളിസി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്യും. ഇഫ് എനി ഓഫ് ദ ഫേംസ് റെസിസ്റ്റ്, ഏതെങ്കിലും ഒരു ഫേം അത് റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, തടയുകയാണെങ്കിൽ, ഇറ്റ് വിൽ ബി കമ്പൽഡ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ബൈ ദ ഡോമിനൻറ്റ് ഫേം. എന്ത് ചെയ്യും, ആ ഒരു ഡോമിനൻറ്റ് ഫേം അതിനെന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി കോമ്പീറ്റഡ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ബൈ എ ഡോമിനൻറ്റ് ഫേം. ആ ഒരു ഡോമിനൻറ്റ് ഫേം എന്ത് ചെയ്യും, അതിനെ പുറത്ത് പോകാൻ വേണ്ടി ആ ഒരു റെസിസ്റ്റ് ചെയ്യുന്ന ഫേമിനെ മാർക്കറ്റിൽ നിന്ന് തന്നെ പുറമേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. അപ്പോൾ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പിൽ ഡോമിനൻറ്റ് ഫേം പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, അതിനെ മറ്റുള്ളവരും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 3 ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പാണ്. ഡോമിനൻ്റ് പ്രൈസ് ലീഡർഷിപ്പ്, സെക്കൻഡ് വൺ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ്. ദെൻ പറയാനുള്ളത് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ.